അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഒരു ഉത്തരവ് പോലും ഇസ്രായേൽ പാലിക്കുന്നില്ലെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്. ഇസ്രായേലിന്റെ ഗാസ അധിനിവേശത്തിനെതിരായി ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിലാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പരാമർശം. ഗാസയിലെ അതീവ ഗുരുതരമായ സാഹചര്യം മുൻനിർത്തി മാനുഷികമായ സഹായങ്ങൾ നൽകണമെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവിട്ടിരുന്നു. ജനുവരി 26-നായിരുന്നു സുപ്രധാന ഉത്തരവ്. എന്നാൽ ഉത്തരവ് പുറത്തുവന്ന് ഒരു മാസം പിന്നിടുമ്പോഴും ഗാസയിലെ ജനങ്ങൾക്ക് ഒരു സഹായവും നൽകാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. കടുത്ത പട്ടിണിയാണ് ഗാസ ജനത ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. ഇതിനെതിരായാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പരാമർശം. ഗാസയിലെ 2.3 മില്യൺ ജനങ്ങളെ പട്ടിണിക്കിടുകയാണ് ഇസ്രായേൽ സർക്കാർ ചെയ്യുന്നതെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ ഇസ്രായേൽ പലസ്തീൻ ഡയറക്ടർ ഉമർ ഷക്കീർ പറഞ്ഞു. കോടതി ഉത്തരവിനെ നിസ്സാരവൽക്കരിച്ച് ലംഘിക്കുകയാണ് ഇസ്രായേൽ ചെയ്തത്. ആളുകളുടെ ജീവൻ നിലനിർത്താനുള്ള സാധനങ്ങളുമായി വരുന്ന ട്രക്കുകൾ പോലും തടയുകയാണ് ചെയ്യുന്നതെന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് കുറ്റപ്പെടുത്തി. ഇസ്രായേലിനെ കൊണ്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവ് അനുസരിപ്പിക്കാൻ മറ്റു രാജ്യങ്ങൾ സാധ്യമായതെല്ലാം ചെയ്യണമെന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ആവശ്യപ്പെട്ടു. ഇസ്രായേൽ പട്ടിണിയെ യുദ്ധത്തിലെ ആയുധമാക്കി ഉപയോഗിക്കുകയാണെന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് വിമർശിച്ചു. പലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള UN ഏജൻസിയുടെ കണക്കുകൾ പ്രകാരം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവിന് ശേഷം ഗാസയിലേക്ക് സഹായവുമായി എത്തുന്ന ട്രക്കുകളും എണ്ണത്തിൽ കുറവ് ഉണ്ടായിരിക്കുന്നതാണ്. ജനുവരി 1 മുതൽ 26 വരെയുള്ള കാലയളവിൽ സഹായവുമായി ഗാസയിലെത്തിയത് 147 ട്രക്കുകളാണ്. എന്നാൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവിന് ശേഷം ജനുവരി 26 മുതൽ ഫെബ്രുവരി 21 വരെ 93 ട്രക്കുകൾ മാത്രമാണ് ഗാസയിലെത്തിയത്. കൂടുതൽ സഹായം ഗാസയ്ക്ക് നൽകണമെന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവ് ലംഘിക്കുക മാത്രമല്ല, നിലവിലുള്ള സഹായം തടയുകയും കൂടിയാണ് ഇസ്രായേൽ ചെയ്തിരിക്കുന്നത്. അതേസമയം തെക്കൻ ഗാസയിലെ റാഫയിൽ കരാക്രമണത്തിന് കോപ്പുകൂട്ടുന്ന ഇസ്രായേൽ സൈന്യം അതിനു മുൻപ് യുദ്ധമേഖലകളിൽ നിന്ന് പലസ്തീൻകാരെ ഒഴിപ്പിക്കുന്നതിനായി പുതിയ നിർദ്ദേശം വെച്ചു. ഒഴിപ്പിക്കൽ പദ്ധതി സൈന്യം യുദ്ധകാര്യ മന്ത്രിസഭയ്ക്ക് മുന്നിൽ സമർപ്പിച്ചെന്നാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ ഒഴിപ്പിക്കൽ എവിടേക്ക്, എങ്ങനെ എന്നത് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടിട്ടില്ല. റാഫയിൽ കരയുദ്ധം ആരംഭിക്കരുതെന്ന് വിദേശകാര്യ രാജ്യങ്ങളും സന്നദ്ധ സംഘടനകളും ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. റാഫേൽ കരവഴി അധിനിവേശം നടത്തേണ്ടത് അനിവാര്യമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് തിങ്കളാഴ്ച പറഞ്ഞു. വടക്കൻ മധ്യ ഗാസയിൽ നിന്ന് കുടിയൊഴിഞ്ഞ് എത്തിയവരുൾപ്പെടെ ഏകദേശം 14 ലക്ഷത്തോളം പേരാണ് ഈജിപ്ഷ്യൻ അതിർത്തിയോട് ചേർന്ന് റാഫേൽ തിങ്ങിപ്പാർക്കുന്നത്. അതിനിടെ വെടിനിർത്തൽ, ബന്ദിമോചനം എന്നിവ ലക്ഷ്യമിട്ട ഇസ്രായേൽ ഹമാസ് പ്രതിനിധികൾ ഈജിപ്തിന്റെയും US-ന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. റംസാൻ മാസം ആരംഭിക്കുന്നതിന് മുൻപായി വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്തുകയാണ് ലക്ഷ്യം. പട്ടിണിയും ദാരിദ്ര്യവും രൂക്ഷമായി തുടരുന്ന ഗാസയിൽ 24 മണിക്കൂറിനിടെ 92 പേർ കൊല്ലപ്പെട്ടു. ഇതുവരെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 29,600 കവിഞ്ഞു. ഗാസയിൽ വെടിനിർത്തൽ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് അമേരിക്ക അറിയിച്ചിട്ടുണ്ട്. എന്നാൽ കരാർ നിർദ്ദേശം പഠിച്ചു വരികയാണെന്ന് ഹമാസും വെടിനിർത്തലിനെ കുറിച്ച് ഒന്നും പറയാനായിട്ടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും പ്രതികരിച്ചു. കഴിഞ്ഞ ആഴ്ച പാരീസിലും ഇപ്പോൾ ഖത്തറിലും തുടരുന്ന ചർച്ചകളിലൂടെ വെടിനിർത്തൽ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് ആവർത്തിക്കുകയാണ് അമേരിക്ക. താൽക്കാലിക വെടിനിർത്തൽ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് US സ്റ്റേറ്റ് വകുപ്പും പ്രതികരിച്ചിട്ടുണ്ട്. അടുത്ത തിങ്കളാഴ്ചയോടെ ഗാസ താൽക്കാലിക വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്തുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡനും ഇന്നലെ അറിയിച്ചിരുന്നു. ഖത്തറിൽ ഇസ്രായേൽ ഹമാസ് പ്രതിനിധികൾക്കിടയിൽ മധ്യസ്ഥ ചർച്ചകൾ പുരോഗമിക്കവെയാണ് അമേരിക്കയുടെ പ്രതികരണം. മുസ്ലിം വിശുദ്ധ മാസത്തിൽ ആക്രമണം ഉണ്ടാകില്ലെന്ന് ഇസ്രായേൽ അറിയിച്ചതായും ബൈഡൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ പാരീസിൽ നേരത്തെ പ്രാഥമിക രൂപം നൽകിയ കരാറിലെ വ്യവസ്ഥകൾ പഠിച്ചുവരികയാണെന്ന് ഹമാസും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.